ഒരിക്കലും കല്യാണത്തിന് പോയപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ കാറ്ററിംഗുകാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ആദ്യം തന്നെ ഒരു പാനിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടി വരുമ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇത്രയും കാര്യങ്ങളിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിന്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ അതിലോട്ട് 1.5 സ്പൂണ് മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. മുളക് മണം നന്നായിട്ട് മാറിക്കിട്ടണം. ഇനി അതിലോട്ട് ഒരു 6 ഈത്തപ്പഴം ഇതുപോലെ 4ആയി കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി പഴുത്ത 2 ചെറിയ നേന്ത്രപ്പഴം കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് ഒരു 1/4 കപ്പോളം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1.5 സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പോരാത്തതിനാൽ വീണ്ടും ഞാൻ 1/2 സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ദേ തുറന്നു നോക്കുമ്പോ ഇതുപോലെ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളി മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. അതിലോട്ട് 1 സ്പൂൺ കായപ്പൊടിയും 1/4 കപ്പ് വിനീഗർ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ബിരിയാണിന്റെ കൂടിയും സാധാ ചോറിന്റെ കൂടിയും അടിപൊളിയായിട്ട് പോകുന്ന ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും.